മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 15. അതിരാവിലെ തന്നെ മുഖ്യ പുരോഹിതന്മാരും പ്രമാണികളും വേദശാസ്ത്രികളും ന്യായാധിപ സംഘം മുഴുവനും ചേർന്ന് ആലോചന നടത്തി യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിന് കൈമാറി. പീലാത്തോസ് യേശുവിനോട്, താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അത് താങ്കൾ പറയുന്നത് പോലെയാണ് എന്ന് യേശു മറുപടി പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാർ യേശുവിനെതിരെ കഠിനമായി ആരോപിച്ചു തുടങ്ങി. പീലാത്തോസ് വീണ്ടും യേശുവിനോട്, താങ്കൾ ഉത്തരമൊന്നും പറയുന്നില്ലേ? നോക്കൂ, എന്തെല്ലാം കുറ്റങ്ങളാണ് അവർ താങ്കൾക്കെതിരെ ആരോപിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ യേശു പിന്നീട് മറുപടിയൊന്നും പറയാതിരുന്നതിനാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ഉത്സവത്തിൽ അവർ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ പീലാത്തോസ് മോചിപ്പിക്കുക പതിവായിരുന്നു. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം ചെയ്ത ബറാബാസ് എന്നു പേരുള്ളയാൾ മറ്റ് കലാപകാരികളോടുകൂടെ തടവിലാക്കപ്പെട്ടിരുന്നു. ജനം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവ് പോലെ ചെയ്യണമെന്ന് അവനോട് അപേക്ഷിച്ചു തുടങ്ങി. യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. കാരണം അസൂയ കൊണ്ടാണ് മുഖ്യ പുരോഹിതന്മാർ യേശുവിനെ തനിക്ക് കൈമാറിയതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പകരം ബറാബാസിനെ വിട്ട് കിട്ടേണ്ടതിന് ആവശ്യപ്പെടാൻ മുഖ്യ പുരോഹിതന്മാർ ജനക്കൂട്ടത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എങ്കിൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അയാളെ ക്രൂശിക്കുക എന്നവർ ആക്രോശിച്ചു. പീലാത്തോസ് അവരോട്, എന്ത് ദോഷമാണ് അയാൾ ചെയ്തത് എന്ന് ചോദിച്ചതിന് അയാളെ ക്രൂശിക്കുക എന്നവർ കൂടുതൽ ഉച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ താല്പര്യപ്പെട്ടിട്ട് പീലാത്തോസ് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചാട്ട കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാനായി കൈമാറി. പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിലേക്ക് പ്രൈത്തോറിയം അവിടേക്ക് കൊണ്ടുപോയി. റോമൻ പട്ടാളത്തിന്റെ ബറ്റാലിയനെ വിളിച്ചുകൂട്ടി. അവർ യേശുവിനെ കടും ചുവപ്പ് അണിയിച്ചു. മുള്ളുകൊണ്ട് പിണച്ചുണ്ടാക്കിയ ഒരു കിരീടം തൻ്റെ മേൽ വച്ചു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പരിഹാസത്തോടെ യേശുവിനെ വന്ദിച്ചു. യേശുവിൻ്റെ തലയിൽ വടികൊണ്ട് അവർ അടിച്ചു, തുപ്പി, മുട്ടുകുത്തി നമസ്കരിച്ചു. ഇങ്ങനെ പരിഹസിച്ച ശേഷം അവർ കടും ചുവപ്പുള്ള അങ്കി നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കാനായി യേശുവിനെ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും പിതാവായ ശിമോൻ എന്ന കുറേനക്കാരൻ വയലിൽ നിന്നും അതുവഴി പോകുകയായിരുന്നു. അവർ അദ്ദേഹത്തെ യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവർ യേശുവിനെ തലയോട്ടിയുടെ സ്ഥലം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് കൊണ്ടുപോയി മീറ കലർത്തിയ വീഞ്ഞ് യേശുവിന് കുടിക്കാൻ കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. യേശുവിനെ ക്രൂശിച്ച ശേഷം യേശുവിന്റെ വസ്ത്രങ്ങൾ തങ്ങളിൽ ഓരോരുത്തരും വിഭാഗിച്ച് എടുക്കേണ്ടതിന് അവർ നറുക്കിട്ടു. അവർ യേശുവിനെ ക്രൂശിച്ചത് 3-ാം മണി നേരത്തായിരുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് തനിക്കെതിരായ കുറ്റപത്രത്തിൽ എഴുതിയിരുന്നു. 2 കള്ളന്മാരെ, ഒരാളെ വലത്തും ഒരാളെ ഇടത്തുമായി യേശുവിനോടുകൂടെ അവർ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ എണ്ണി എന്ന തിരുവെഴുത്ത് അപ്പോൾ നിവൃത്തിയായി. അതുവഴി കടന്നു പോകുന്നവർ യേശുവിനെ ദുഷിച്ച് തലയാട്ടിക്കൊണ്ട്, ആഹാ, ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാൻ പോകുന്നവനല്ലേ, തന്നെത്താൻ രക്ഷിച്ച് കുരിശിൽ നിന്നും ഇറങ്ങി വാ എന്ന് പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാരും വേദശാസ്ത്രികളും അതുപോലെ തന്നെ യേശുവിനെ പരിഹസിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇയാൾ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷെ സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിന്റെ രാജാവായ ഈ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ, നമുക്ക് കണ്ട് വിശ്വസിക്കാമല്ലോ. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും തന്നെ നിന്ദിക്കുന്നുണ്ടായിരുന്നു. 6-ാം മണി മുതൽ 9-ാം മണി നേരം വരെ ദേശം മുഴുവനും ഇരുട്ട് നിറഞ്ഞു. 9-ാം മണി നേരത്ത് യേശു ഉച്ചത്തിൽ ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ചു. എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടതെന്ത് എന്നാണ് ഇതിനർത്ഥം. അരികെ നിന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട്, നോക്കൂ, അയാൾ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാൾ ഓടിപ്പോയി ഒരു നീർപ്പഞ്ഞിയിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈറ്റത്തണ്ടിൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു. വരട്ടെ, ഏലിയാവ് ഇയാളെ താഴെ ഇറക്കാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാണനെ വിടിഞ്ഞു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീല മുകളിൽ നിന്നും താഴെ വരെ 2ആയി കീറിപ്പോയി. യേശുവിന് നേരെ മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ യേശു പ്രാണനെ വിടിഞ്ഞത് കണ്ടിട്ട്, ഈ മനുഷ്യൻ വാസ്തവമായും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഏതാനും സ്ത്രീകളും അല്പം അകലെയായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരി മറിയയും
ഇളയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. ഗലീലയിലായിരുന്നപ്പോൾ യേശുവിനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരായിരുന്നു ഈ സ്ത്രീകൾ. യേശുവിനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റു പല സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ശബ്ബത്തിന്റെ തലേദിവസമായ ഒരുക്കദിനമായിരുന്നു. അതുകൊണ്ട് സന്ധ്യയായപ്പോൾ ന്യായാധിപസംഘത്തിലെ പ്രമുഖനായ അംഗവും ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിരുന്നവനുമായ അരിമത്യയിലെ യോസെഫ് ധൈര്യപൂർവം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. യേശു ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ശതാധിപനെ വിളിച്ചു വരുത്തി യേശു മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്നും ഈ കാര്യം അറിഞ്ഞതിന് ശേഷം പീലാത്തോസ് മൃതശരീരം യോസെഫിന് വിട്ടുകൊടുത്തു. യോസഫ് യേശുവിന്റെ ശരീരം താഴെ ഇറക്കി മൃതദേഹം പൊതിയുന്ന ലിനൻ ശീല കൊണ്ട് വന്ന് അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയിരുന്ന കല്ലറയിൽ സംസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം കല്ലറയുടെ കവാടത്തിൽ ഒരു കല്ല് ഉരുട്ടിവെച്ചു. മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മയായ മറിയയും യേശുവിനെ സംസ്കരിച്ച സ്ഥലം എവിടെയാണെന്ന് നോക്കിക്കണ്ടു.